മിച്ചഭൂമിയിൽ പങ്കെടുത്തിട്ടില്ല, അതിന് ശേഷമുള്ള പങ്കെടുത്തിട്ടുണ്ട്. മിച്ചഭൂമിയിലൊന്നും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ഇന്നും കൊതിയുള്ള കാതുകൾ കോർത്തിരിക്കുകയാണ്. ആ നീണ്ട ഒരു സ്വരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി അത് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായി എപ്പോഴും കാത്തിരിക്കാറുണ്ടായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത്. ഇനി അത് കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന ദുഃഖം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹം ജനക്കൂട്ടത്തെ ആകർഷിച്ചിരുന്നത് പ്രത്യേക ശൈലിയിലൂടെയാണ്. നീട്ടിക്കുറുക്കിയുള്ള ആ ശൈലിയും ആംഗ്യത്തോടെയുള്ള പ്രസംഗവുമെല്ലാം അതൊക്കെ ജനമനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോഴും അദ്ദേഹം പറയുന്നത് എന്ത് എന്നുള്ളത് കേൾക്കാൻ ആളുകൾ കാതോർത്തിരുന്നിരുന്നു. ഈ കഴിഞ്ഞ 8 പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സ്പന്ദനത്തിന്റെ ഭാഗമായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അത്രത്തോളം വലിയൊരു നേതാവ് മലയാളിക്ക് ഇനി ഉണ്ടാകുമോ എന്ന് അറിയില്ല. വി എസ് എന്ന 2 അക്ഷരം അത് മലയാളിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നത് നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ കാണുകയാണ്. തലസ്ഥാനത്തേക്ക് ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ജനക്കൂട്ടം ജനസാഗരമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിമിഷ നേരം കൊണ്ടാണ് തലസ്ഥാനത്ത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരുമെന്ന് അറിയിപ്പ് വന്നപ്പോൾ ആളുകൾ ഒഴുകിയെത്തിയത്. കൂടാതെ അദ്ദേഹം അവസാന നാളുകളിൽ കഴിഞ്ഞ പട്ടം SUT ആശുപത്രിയുടെ പുറത്തൊക്കെ വലിയ ജനക്കൂട്ടത്തെയാണ് കണ്ടത്. നിമിഷ നേരം കൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഇത്ര വലിയ ജനക്കൂട്ടം എത്തിയത് നമ്മൾ അത്ഭുതത്തോടെ പരസ്പരം ചോദിക്കുകയായിരുന്നു ഇന്നലെയൊക്കെ. പിന്നീടത് പാതിര വരെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ അദ്ദേഹത്തെ കാണാൻ ആളുകൾ എത്തി. അതിനുശേഷമാണ് വേലിക്കകത്ത് മകൻ്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. അവിടെയും അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹത്തോടെ ആളുകൾ എത്തിച്ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം എത്തുമ്പോൾ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വി എസിനെ അവസാനമായി കാണാനെത്തുന്നു. അതിൽ പലരും വി എസിനെ മുൻപ് കണ്ടിട്ടുള്ളവരാണ്, ചിലരൊക്കെ വി എസിനെ ആദ്യമായി കാണാനെത്തുന്നവരാണ്. പക്ഷേ അവരൊക്കെ വി എസിനെ കേട്ടിട്ടുള്ളവരാണ്, വി എസിൽ നിന്ന് കരുത്തും ഊർജവും ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം സമരമായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം തൻ്റെ ആത്മകഥയ്ക്ക് സമരം തന്നെ ജീവിതം എന്ന് അദ്ദേഹം പേരിട്ടത്. എന്താണ് ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി നൽകിയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരിക്കൽ നൽകിയ മറുപടി ജീവിതത്തിലുടനീളം കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകിയ പാഠവും. ജീവിതം എന്താണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം അതെങ്ങനെയായിരിക്കണമെന്നത് സ്വന്തം ജീവിതത്തിലൂടെ വരച്ചു കാട്ടി പഠിപ്പിച്ച് മാതൃകയായി മാറിയ നേതാവ് ഇപ്പോൾ വിട ചൊല്ലുമ്പോൾ ആ വിയോഗം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ 102 വയസ്സാകാറാകുമ്പോഴും അദ്ദേഹം മരിക്കരുത് എന്നാഗ്രഹിക്കുന്ന വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്ന അത്ഭുത കാഴ്ചയാണിത്. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് വലതുവശത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പാർട്ടി ഓഫീസിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഒപ്പം ദർബാർ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയ കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ ആണ് അവിടെ ഉള്ളത്. ആളുകൾ അദ്ദേഹത്തെ കാണണം, അവസാനമായി കാണണം, ഇനി കാണാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ട വി എസിനെ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ, അതിൽ പ്രായമുള്ളവരും കുട്ടികളും ഒക്കെയുണ്ട്.